നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഒക്ടോബർ 8 ചൊവ്വ 2024 വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീർ, ഹരിയാന നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം ഇന്നറിയാം. രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഇരു സംസ്ഥാനങ്ങളിലും 90 വീതം സീറ്റുകളാണ് ഉള്ളത്. ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരുമെന്നും ജമ്മു കാശ്മീരിൽ തൂക്ക് സഭയ്ക്കുള്ള സാധ്യത പോലും തള്ളാനാവില്ലെന്നുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾക്കിടെയാണ് ഫലം വരുന്നത്. ഇതിനിടെ തൂക്ക് സഭയ്ക്ക് സാധ്യതയുള്ള ജമ്മു കാശ്മീരിൽ വോട്ടവകാശമുള്ള 5 പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കത്തെ കോൺഗ്രസ് കരുതലോടെയാണ് കാണുന്നത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിൽ ഈ മാസം 11-ാം തീയതി വരെ സംസ്ഥാനത്തെ ജില്ലകളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും നാളെ ഇടുക്കിയിലും 10-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 11-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ നേരിട്ട് വിളിപ്പിച്ചു. അവർ നേരിട്ടെത്തി പ്രസ്താവന വിശദീകരിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമസഭയിലേക്കുള്ള പോർവിളികൾക്കും ഏറ്റുമുട്ടലിനിടെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലെ അടിയന്തര പ്രമേയ ചർച്ച മുങ്ങിപ്പോയി. സഭ നിർത്തിവെച്ച് ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും പ്രതിപക്ഷം പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തോടെ സഭ പിരിയാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന പ്രചരണം ഉയർത്തി വിവാദങ്ങളെ നേരിടാനാണ് LDF തീരുമാനം. പ്രതിപക്ഷം നിയമസഭയിൽ ജനാധിപത്യബോധത്തെ വെല്ലുവിളിച്ചുവെന്നും സത്യത്തിന് നിരക്കാത്ത ആക്ഷേപങ്ങളുമായി സർക്കാരിനെതിരെ നിലപാടെടുത്തുവെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനാക്കിയെന്നും ഇത് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും TP രാമകൃഷ്ണൻ ആരോപിച്ചു. പ്രതിപക്ഷം നിയമസഭയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ സ്പീക്കർ രാഷ്ട്രീയം കളിച്ചെന്ന് KPC പ്രസിഡന്റ് K സുധാകരൻ അടിയന്തര പ്രമേയത്തിന് സമയം നിശ്ചയിച്ച ശേഷം അതിനു മുൻപായി സഭാ നടപടികൾ വേഗത്തിൽ തീർത്ത് നിയമസഭ പിരിഞ്ഞ് സ്പീക്കർ ഒളിച്ചോടിയെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവുള്ള അവാർഡ് നൽകാൻ തീരുമാനിച്ചാൽ അതിന് ഏറ്റവും അർഹൻ VD സതീശനാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഓടി ഒളിച്ചെന്നും ചർച്ച നടന്നാൽ പ്രതിപക്ഷ നേതാവിനെ സ്ട്രെച്ചറിൽ കൊണ്ട് പോകേണ്ടി വരുമായിരുന്നുവെന്നും റിയാസ് പറഞ്ഞു. നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ പോര് വെറും പ്രഹസനമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രക്ഷിക്കാനാണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ADGP പിണറായി വിജയൻ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലേക്ക് മാറ്റുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ADGPയെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിയുടെ പല കാര്യങ്ങളും പുറത്താകുമെന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് രമേശ് ചെന്നിത്തല. CPIക്കാരെ സമാധാനിപ്പിക്കാൻ മാത്രം ചെയ്തതാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കേരളം മോശമാണെന്ന് പറയാൻ കുറച്ചാളുകളെ ശമ്പളവും വടിയും കൊടുത്ത് നിർത്തിയിട്ടുണ്ടെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. നിലമ്പൂർ ചന്തക്കുന്നിൽ PV അൻവറിനെതിരെ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വസ്തുക്കൾ കൈവശം വച്ചതിന് കഴിഞ്ഞ ദിവസം പിടികൂടിയ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനായ ലഹരി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാള സിനിമാ താരങ്ങളായ നടി പ്രയാഗ് മാർട്ടിൻ്റെയും നടൻ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ. ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൽ എളമര സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൽ വിശദീകരണവുമായി അലൻ വാക്കർ ഷോയുടെ സംഘാടകർ. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ഒരു മേഖലയെ തന്നെ അപ്പാടെ തളർത്തിക്കളഞ്ഞ അവസ്ഥയിലെത്തിച്ചുവെന്ന് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. പ്രവാസികൾക്ക് ആയി KSRTC വിമാനത്താവളങ്ങളിൽ നിന്ന് സെമി സ്ലീപ്പർ സർവീസ് ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാർ. കേരളത്തിലെ 93 ബസ് ഡിപ്പോകൾ ഇപ്പോൾ നഷ്ടത്തിലോടുന്നത് 11 ഡിപ്പോകൾ മാത്രമാണെന്നും KB ഗണേഷ്കുമാർ പറഞ്ഞു. നഷ്ടത്തിൽ നിന്ന് KSRTCയെ കരകയറ്റാൻ ഒപ്പം നിൽക്കുന്ന ജീവനക്കാരെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുഴണ്ട് തന്നെയാണ് വിജയെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി. വിധി നിർണയത്തിൽ പിഴവില്ലെന്ന് കമ്മിറ്റി അറിയിച്ചു. 0.0005 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിച്ചാൽ വിയപുരം ചുണ്ടനെ പരാജയപ്പെടുത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക നിവാരണത്തിനായി ഓപ്പറേഷൻ പ്രവാഹിന്റെ 2ാം ഘട്ടത്തിന് സിയാൽ തുടക്കമിട്ടു. ചൊവ്വര, പുളിയാമ്പിളി, മടത്തൽമൂല എന്നിവിടങ്ങളിലായി 3 പാലങ്ങൾ നിർമ്മിക്കും. ചെങ്ങൽത്തോട്ടിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കും. 80 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക തടയാനുള്ള പോഷ് ആക്ട് നടപ്പിലാക്കാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ പോഷ് കംപ്ലയിന്റ് പോർട്ടലിലൂടെ
10,307 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി വീണ ജോർജ്. മേഖലാ അടിസ്ഥാനത്തിൽ ആക്ട് സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുമെന്നും എല്ലാ സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃതമായ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീവ്ര യജ്ഞ പരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതികൾ ലഭിച്ചുള്ള സാഹചര്യത്തിൽ ഇടുക്കി DMO ഡോക്ടർ എൽ മനോജിനെ ആരോഗ്യവകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രവാസി ജീവിത തുടർച്ചയായി പ്രവാസി മലയാളികൾക്കായി KSFE അവതരിപ്പിക്കുന്ന പുതിയ നിക്ഷേപ പദ്ധതിയായ KSFE ഡുവോയുടെ ഗ്ലോബൽ ലോഞ്ചിങ് സൗദി അറേബ്യയിലെ റിയാദ് ഹോട്ടലിലെ ഹോളിഡേ ഇൻ അൽ കൈസറിൽ വെച്ച് നടന്ന പ്രവാസി മലയാളി സമ്മേളനത്തിൽ വെച്ച് കേരള ധനമന്ത്രി അഡ്വക്കേറ്റ് KN ബാലഗോപാൽ നിർവഹിച്ചു. കോഴിക്കോട് മുക്കത്ത് സ്കൂൾ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ച് ഗർഭിണിയായ കേസിൽ 3 പേർ പിടിയിൽ. ഒരു ആസാം സ്വദേശിയും അരീക്കോട് സ്വദേശികളെ 2 പേരുമാണ് പിടിയിലായത്. കൂടുതൽ പേർ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന പെൺകുട്ടിയുടെ മൊഴിയിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ തീപിടുത്തം. പുനലൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോയ KSRTC ബസ്സിലാണ് തീപിടുത്തമുണ്ടായത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ കാരണം എന്തെന്ന് വ്യക്തമാവുകയുള്ളെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും KSRTCയും അന്വേഷണം തുടങ്ങി. മലയാളി നഴ്സിനെ ഡൽഹിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡൽഹിയിലെ സാകേത് മാർക്സ് ആശുപത്രിയിൽ നഴ്സ് സെബി വിനീതാണ് മരിച്ചത്. മുറിയിൽ സീലിംഗ് ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു അദ്ദേഹം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ കപ്പലിൽ നിന്ന് കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരൻ ആൽബർട്ട് ആന്റണിയെ കാണാതായിട്ട് ഇന്നത്തേക്ക് 4 ദിവസം കഴിഞ്ഞു. ചൈനയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയായിരുന്ന MV ട്രൂ കോൺറാഡ് കപ്പലിൽ നിന്നാണ് ആൽബർട്ട് ആന്റണിയെ കാണാതായത്. ആൽബർട്ടിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇറാൻ കോഡ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനിയെ കാണാനില്ലെന്ന് റിപ്പോർട്ടുകൾ. പാക് സ്വദേശികൾക്ക് വ്യാജവിലാസത്തിൽ ബാംഗ്ലൂർ താമസിക്കാൻ ഒത്താശ നൽകിയ ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിലായി. UP സ്വദേശിയെ 55-കാരനെ മുംബൈയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറീന ബീച്ചിൽ വ്യോമസേന സംഘടിപ്പിച്ച എയർ ഷോ കാണാനെത്തിയ 5 പേർ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ സഹായധനവും അദ്ദേഹം പ്രഖ്യാപിച്ചു. എയർ ഷോ നടത്താൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് മാറിയ രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP. ഹമാസ് ആക്രമണത്തിൽ 1-ാം വാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികളുമായി ഇസ്രായേൽ. കൊൽക്കത്തയിലെ RG കാർൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കൊന്നാം കേസിൽ 1-ാം പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ വിക്ടർ അംബ്രോസ്, ഗാരി റോബ്സൺ എന്നിവർ 2020 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായി. ഇന്ത്യയ്ക്കായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ദീപ തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്ന കാര്യം അറിയിച്ചത്. ഇന്ത്യൻ വിനോദ മാധ്യമരംഗമായ മുൻനിരക്കാരായ സോണി പിക്ചേഴ്സ് നെറ്റ്വർക്ക് ഇന്ത്യക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് ലാഭത്തിൽ ഉണ്ടായത് 19% ഇടിവുകളെന്ന് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.